കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ തീപിടുത്തം. FACTയുടെ ക്യൂട്ടൺ ബർത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കായലിൽ നിന്നും കപ്പലുകൾ മാറ്റുകയാണ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായുള്ളത്. സഹിൻ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എത്രത്തോളം ഗുരുതരമാണ് നിലവിലെ സാഹചര്യം? വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ തീപിടുത്തമുണ്ടായത്. FACTയുടെ ക്യൂട്ടൺ ബർത്താണ് എനിക്ക് പിന്നിലായി കാണുന്നത്. നമ്മൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, ഇവിടെ വരെ നമുക്ക് പ്രവേശനമുള്ളൂ. ആ ക്യൂട്ടൺ ബർത്തിലാണ് തീപിടുത്തമുണ്ടായത്. ആ ക്യൂട്ടൺ ബർത്തിൽ അവിടെ പ്രത്യേകിച്ചും സൾഫറാണ് സൂക്ഷിക്കുകയും അവിടെ നിന്ന് കൊണ്ടുപോവുകയും ഒപ്പം തന്നെ അവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരിടം കൂടിയാണ്, സൾഫർ സൂക്ഷിക്കുന്ന ഒരിടം കൂടിയാണ് ക്യൂട്ടൺ ബർത്ത്. ആ ബർത്തിലാണ് തീപിടുത്തമുണ്ടായത്. വൈകുന്നേരം 5 മണിയോടുകൂടിയായിരുന്നു തീപിടുത്തമുണ്ടായത്. ഇപ്പോഴും തീ അണക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കായലിലുണ്ടായിരുന്ന ഒരു കപ്പൽ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. കാര്യമായ തീപിടുത്തമാണ് ഉണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യൂട്ടൺ ബർത്തിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ സൾഫറിലേക്ക് തീ വ്യാപിക്കാനുള്ള ഒരു സാധ്യത ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടിയാണ് തീ അടക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തീ അണക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തീ വളരെ കാര്യമായി തന്നെ തുടരുകയാണ്. തീ അടയ്ക്കാനുള്ള ശ്രമം എത്രത്തോളം നടക്കുന്നുണ്ട്? നിലവിൽ ഈ കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ മാത്രമാണോ അവിടെ നിന്ന് നീക്കാനുള്ളൂ? അത്രത്തോളം സുരക്ഷിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ സുരക്ഷിതമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹസാഡസ് കെമിക്കലാണ് ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ക്യൂട്ടൺ ബർത്തിൽ കൂടുതലും ഹസാഡസ് കെമിക്കലാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടകരമായ രാസവസ്തുക്കളും ഒപ്പം തന്നെ കെമിക്കലുകളും കൈകാര്യം ചെയ്യുന്ന ഒരു ഇടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി തന്നെയാണ് ഈ തീയണക്കാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി വേഗത്തിൽ തീയണക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതല്ല. ശരി, FACTയുടെ ക്യൂട്ടൺ ബർത്തിലാണ് നിലവിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. കായലിൽ നിന്നും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് കപ്പലുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് സഹിൻ ആന്റണി പറഞ്ഞിരുന്നത്. അപ്പോഴും തീ നിയന്ത്രണ വിധേയമല്ല എന്ന വിവരം തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. അതിനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്. 5 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് കൂടി സഹിൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ കൂടുതലായി നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ. അപ്പോൾ അതിലേക്ക് തിരികെ എത്താം.